ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് കബാബാണ്. നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു എഗ് കബാബാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നത്. പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു കബാബാണ്. പിന്നെ മുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു എഗ് കബാബാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ, 2 പച്ചമുളകും, കുറച്ച് 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയും. അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു പിടി മല്ലിയില നല്ലതുപോലെ കഴുകി ചെറുതായി മുറിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് ചതച്ചതുപോലെ എടുക്കണം, ചമ്മന്തി പോലെ ആക്കി എടുക്കണം. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക. പിന്നെ 4 മുട്ടയെടുത്ത് പുഴുങ്ങി തോണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് തന്നെ വേണം, അല്ലാണ്ട് അരിപ്പൊടി മൈദപ്പൊടി ഇട്ടൊന്നും ഇത് ശരിയാവില്ല. കടലമാവ് തന്നെ എടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ മറ്റേ ഫില്ലിങ്ങിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് മാവിന് വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ അത് മിക്സ് ചെയ്യണം. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കായപ്പൊടിയും കൂടി ഇടണം. അതും കൂടി ഇട്ടിട്ട് അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം ലൂസ് പോലെ ആക്കരുത്. ഇച്ചിരി ഇതിൽ കട്ടിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ മാവ് ഈ മുട്ടയിൽ നമ്മൾ മുക്കി പൊരിക്കുമ്പം മാവ് അതിൽ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ലൂസായാൽ മുട്ടയിൽ പിടിക്കില്ല. അതുകൊണ്ട് നല്ല ഇച്ചിരി കട്ടിയിൽ തന്നെ അത് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കണം. പിന്നെ ഈ മുട്ട 2ആയി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞക്കരു ഈ ചമ്മന്തിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുക്കണ്ട. ഒരു 3 മഞ്ഞക്കരു ഞാൻ വേറെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി മഞ്ഞക്കരു ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ചമ്മന്തിയിലിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അത് ആ ഫില്ലിങ് ഈ മുട്ടയുടെ വെള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. പിന്നെ ഈ മഞ്ഞക്കൊരു 3 മാറ്റി വെച്ചത് അതും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മേളിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കണം. അതുപോലെ അടുത്തത് എടുത്തിട്ട് എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കണം. വേറെ ഒരെണ്ണത്തിൽ ഈ ഫില്ലിങ് ഈ ചമ്മന്തിയാണിത്. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ വെക്കണം. തേങ്ങാ ചമ്മന്തി. പുറത്തേക്ക് പോകരുത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം. അതിൻ്റെ മേളിൽ ഈ മഞ്ഞക്കരുവും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. പ്രസ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. പുറത്തേക്ക് പോകില്ല. അതേപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പതുക്കുക ഈ മുട്ടയുടെ വെള്ള പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അതേപോലെ എല്ലാം അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത്രയും ലൂസിൽ മതി. ഇത്രയും കട്ടിയിൽ തന്നെ വേണം. അധികം ലൂസായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ടിയിൽ തന്നെ കോരി ഒഴിക്കണം. ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇതിങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 2 എണ്ണം വീതമൊക്കെ ഇട്ട് കൊടുക്കണം ചീനച്ചട്ടിയിലേക്ക്. എന്നിട്ട് അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2-3 എണ്ണം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു എഗ്ഗ് കബാബാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ ചമ്മന്തി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരെണ്ണം നോമ്പ് തുറ സൽക്കാരങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതിന് ഒരു സ്നാക്സായിട്ട് ഇതും ഉണ്ടാക്കാം. ഇതേപോലെ എഗ്ഗ് കബാബ് നല്ല ടേസ്റ്റുള്ളൊരു എഗ്ഗ് കബാബാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.